ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടൻസി രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഗുഡ് വിൽ കാൽക്കുലേഷൻ്റെ എല്ലാ മെത്തേഡും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം, എസ്പെഷ്യലി അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. അഡ്മിഷൻ, ഒരു പുതിയ പാർട്ണറെ ബിസിനസ് സ്ഥാപനത്തിൽ കൂട്ടിച്ചേർക്കുന്ന, പാർട്ണറാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. മോഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പല രീതിയിൽ നിലവിലുള്ള ആ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു രീതി ചേഞ്ച് ഉണ്ടാവാറുണ്ട്. അത് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ണർ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള റീസൺ, റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിനായിട്ടുള്ള റീസൺ. അതിൽ ആദ്യത്തേതാണ് അഡ്മിഷൻ. അഡ്മിഷനെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. അതിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ണറിനെ പറ്റി ഇവിടെ പറയുന്നത്, എ ന്യൂ പാർട്ണർ ക്യാൻ ബി അഡ്മിറ്റഡ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. ബിസിനസ്സിൽ നിലവിലുള്ള എല്ലാ പാർട്ണേഴ്സിൻ്റെയും അനുമതിയോടുകൂടി, അവരുടെ പെർമിഷനോടുകൂടി മാത്രമേ പുതിയ ഒരു പാർട്ണറെ ബിസിനസ്സിൽ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. യൂഷ്വലി എ ന്യൂ പാർട്ണർ ഈസ് അഡ്മിറ്റഡ് വെൻ ദ ഫേം നീഡ് അഡീഷണൽ ക്യാപിറ്റൽ ഓർ മാനേജീരിയൽ ഹെൽപ്പ് ഓർ ബോത്ത്. സാധാരണ നിലയിൽ ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനത്തിൽ പുതിയ ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ നേരത്ത് ഒന്നുകിൽ അവർക്ക് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ടാവും, ആ ബിസിനസ്സിന് അഡീഷണൽ ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഒരു മാനേജീരിയൽ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടാവും. പുതിയ ഒരാളെ കൂടെ ബിസിനസ്സിൽ ചേർത്ത് ബിസിനസ് നടത്തുന്നതിന് ഒരാളുടെ സഹായം കൂടെ വേണ്ടി വരും. അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടെ ആവശ്യമുള്ളപ്പോഴാണ് സാധാരണ നിലയിൽ ബിസിനസ്സിൽ പാർട്ണേഴ്സിനെ അഡ്മിറ്റ് ചെയ്യാറുള്ളത്. ഈ അഡ്മിഷൻ എടുക്കുന്ന പാർട്ണർക്ക്, അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ്സിൽ വരുന്ന പാർട്ണർക്ക് രണ്ട് അവകാശങ്ങൾ ബിസിനസ്സിൽ നിന്ന് കിട്ടാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഷെയർ അസറ്റ് ഓഫ് ദ ഫേം. ബിസിനസ്സിൻ്റെ വസ്തുവകകളിൽ, ആസ്തിയിൽ അയാൾക്കും കൂടെ അവകാശം കിട്ടുന്നു, അയാൾക്കും കൂടെ റൈറ്റ് കിട്ടുന്നു. അതാണ് ഒന്നാമത്തെ അവകാശം. രണ്ടാമത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ബിസിനസ്സിൽ ഭാവിയിലുണ്ടാവുന്ന, അയാൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഉണ്ടാവുന്ന പ്രോഫിറ്റുകൾക്ക് അയാൾക്ക് അവകാശം ഉണ്ടാവും. ഇങ്ങനെ രണ്ട് അവകാശങ്ങളാണ് പുതുതായിട്ട് ബിസിനസ്സിൽ വരുന്ന ഒരു പാർട്ണർ നേടിയെടുക്കുന്നത്. ഇങ്ങനെ രണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അയാൾ രണ്ട് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞേക്കുന്ന റൈറ്റ് ടു ഷെയർ അസറ്റ് ഓഫ് ദ ഫേം. അതിന് വേണ്ടിയിട്ട് ടു ഗെറ്റ് ദിസ് റൈറ്റ് ഹി ഹാസ് ടു ബ്രിങ് ക്യാപിറ്റൽ. അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരണം, ഒരു നിശ്ചിത തുക ക്യാപിറ്റൽ എന്നും പറഞ്ഞ് അയാൾ കൊണ്ടുവരണം. ഒന്നാമത്തെ റൈറ്റ് നേടിയെടുക്കാൻ, അസറ്റുകളിൽ അവകാശം നേടിയെടുക്കാൻ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അവകാശം റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ഭാവിയിൽ ബിസിനസ്സിലുണ്ടാവുന്ന പ്രോഫിറ്റുകൾക്ക് അയാൾക്കും കൂടെ അവകാശമുണ്ട്. ഈ റൈറ്റ് നേടിയെടുക്കാനായിട്ട് ടു ഗെറ്റ് ദിസ് റൈറ്റ് ഹി ഹാസ് ടു ബ്രിങ് ഗുഡ് വിൽ അല്ലെങ്കിൽ പ്രീമിയം. ഗുഡ് വിൽ എന്നും പറഞ്ഞ് ഒരു നിശ്ചിത തുക അയാൾ കൊണ്ടുവരണം, പ്രീമിയം എമൗണ്ട് കൊണ്ടുവരണം. അങ്ങനെ രണ്ട് അവകാശങ്ങളുണ്ടാവുന്നു. ഈ രണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ അയാൾ രണ്ട് കാര്യങ്ങൾ പുതിയ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഗുഡ് വിൽ എന്നും പറഞ്ഞ് കൊണ്ടുവരുന്നത്, അതിനെപ്പറ്റിയാണ് നമ്മൾ കാൽക്കുലേഷൻ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ മനസ്സിലാക്കിയത്. ദിസ് എമൗണ്ട് വിൽ ബി ഷെയർഡ് ബൈ ഓൾഡ് പാർട്ണേഴ്സ് ആസ് ദേ സാക്രിഫൈസ് എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ഇൻകമിങ് പാർട്ണർ. പുതിയ ഒരു പാർട്ണർ വരുന്നതിൻ്റെ പേരിൽ പഴയ പാർട്ണേഴ്സ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രോഫിറ്റിൽ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ത്യജിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അതേ പ്രോഫിറ്റ് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു പുതിയ ഒരു പാർട്ണർ വന്നാൽ അയാൾക്കും കൂടെ കുറച്ച് പ്രോഫിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പഴയ പാർട്ണേഴ്സ്, ഓൾഡ് പാർട്ണേഴ്സ് വീതിച്ചെടുക്കും. എങ്ങനെ വീതിച്ചെടുക്കുമെന്ന് ചോദിച്ചാൽ, അവർ എത്രത്തോളം പുതിയ ആൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു, ത്യജിക്കുന്നു, പഴയ പ്രോഫിറ്റിൽ എത്രത്തോളം വിട്ടുവീഴ്ച അവർ ചെയ്യുന്നു, അതിനനുസരിച്ച് ഈ കൊണ്ടുവരുന്ന ഗുഡ്വിൽ, പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ പഴയ പാർട്ണേഴ്സ് വീതിച്ചെടുക്കാറുണ്ട്. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓൺ അഡ്മിഷൻ. അഡ്മിഷൻ സമയത്ത് ചില അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യൂ. ബിസിനസ് സ്ഥാപനത്തിൻ്റെ റേഷ്യൂ, പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യൂ കാൽക്കുലേറ്റ് ചെയ്യണം.
നേരത്തെ ഒരു റേഷ്യോ ഉണ്ടാവും. ഈ അഡ്മിഷന് മുമ്പ് ഇപ്പോൾ 2 പാർട്ട്നേഴ്സേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ അവർ തമ്മിലൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാവും. മൂന്നാമത് ഒരാളും കൂടെ വന്നതിന് ശേഷം അയാൾക്കും കൂടെ പ്രോഫിറ്റ് വീതം വയ്ക്കുന്ന രീതിയിൽ ഒരു പുതിയ റേഷ്യോ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതാണ് ആദ്യം ചെയ്യേണ്ടത്, കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ. ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ അരുൺ ആൻഡ് അൻവർ ആസ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 7:5. They admit Anil into partnership for 1/6 share. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പം നോക്കാം. അവിടെ അതിൻ്റെ പുതിയ റേഷ്യോ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ട് തരാം. അതിനൊപ്പം തന്നെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. പണിക്കർ ആൻഡ് മരക്കാർ ആർ പാർട്ട്നേഴ്സ് in the ratio of 5:4. They admit Menon into the partnership for 5/18 share, which he acquires 3/18 from Panikkar and 2/18 from Marakkar. Calculate new profit sharing ratio of Panikkar and Marakkar and Menon. ഇങ്ങനെയാണെങ്കിൽ 3 പേരുടെയും മേനോൻ്റെ അഡ്മിഷന് ശേഷം ഈ 3 പാർട്ട്നേഴ്സിൻ്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടെത്താനാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ വർക്കൗട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. നിങ്ങളത് നോക്കി മനസ്സിലാക്കിക്കൊള്ളുക. ഈ 2 ക്വസ്റ്റ്യൻ്റെയും വർക്കൗട്ട് ചെയ്യുന്നത് ഇട്ടുതരാം. ഓക്കെ.